ക്ലാസിക്കലി ട്രെയിൻഡ് ആണ്. ഞാൻ ക്ലാസിക്കലി ട്രെയിൻ മീൻസ് മൃദംഗമാണ് എൻ്റെ ഇൻസ്ട്രുമെന്റ്. അപ്പൊ തൃക്കൊടിത്താനം സുഭാഷ് ഡി നായർ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് എൻ്റെ ഗുരു. അദ്ദേഹം നമ്മുടെ പഴയ ആക്ടർ ശ്രീവിദ്യ മാമിനൊക്കെ പക്കം വായിച്ചുകൊണ്ടിരുന്ന ആളാണ്. ശരി. അപ്പൊ അങ്ങനെയാണ് പാട്ടുമായിട്ടുള്ള കണക്ഷൻ. അമ്മ അതെ അതെ അതെ. പിന്നെ അമ്മ ട്രെയിൻഡ് സിംഗർ അല്ലെങ്കിലും അമ്മയാണ് ലൈറ്റ് മ്യൂസിക്കും ഇതൊക്കെ യുവജനോത്സവം ഒക്കെ പഠിപ്പിച്ചു വിട്ടോണ്ടിരുന്നത്. അവിടെ നിന്നാണ് ബേസ്. പിന്നെ കീബോർഡ് ഞാൻ തന്നെ പഠിച്ചു, ഫ്രണ്ട്സിന്റെ അടുത്ത് പോയി. ഇതിലേക്ക് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട് എങ്ങനെ? ക്ലാസിക്കലി ഇപ്പൊ മൃദംഗം പഠിച്ചു. ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കംപ്ലീറ്റ്ലി പൊതുവേ ഒരു കീബോർഡ് പഠിച്ചു അല്ലെങ്കിൽ ഗിറ്റാർ വായിക്കണോ ഹാർമോണിയം വായിക്കണോ എന്നുള്ളവരാണ് കുറച്ചും കൂടി കൂടുതൽ മ്യൂസിക് ഡയറക്ഷനിലേക്ക് വരിക. എനിക്ക് ഇപ്പം നാട്ടിൽ, ഞങ്ങളുടെ നാട് കോട്ടയത്ത് കറിയച്ചാൽ ചമ്പക്കര എന്നാണ് നാടിന്റെ പേര്. അത് അത്യാവശ്യം കലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നാടാണ്. ഒരുപാട് മ്യൂസീഷ്യൻസും ഡാൻസേഴ്സും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ ഫ്രണ്ട്സ് കുറേ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. അവരും മിക്കവരും പാട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ആൾക്കാരാണ്. അവരുടെ ചേച്ചിമാരും ഒക്കെ പാടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരുമിച്ച് ഇപ്പോൾ വീട്ടിലൊക്കെ എവിടെയെങ്കിലും കൂടിയാൽ ഇത് ഡിഫോൾട്ടായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അക്കൂടെ കുറച്ച് ലിമിറ്റഡായി നിൽക്കുന്ന ഞാനേ ഉള്ളൂ. ഇപ്പം എൻ്റെ അനിയൻ ആള് മേളമാണ്, ചെണ്ട പരിപാടിയൊക്കെ ആള് ജോലിയൊക്കെ രാജിവെച്ച് ജോലിയായിട്ട് ഇപ്പം അതുവഴി പോകുന്നുണ്ട്. അപ്പോ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ ഒരുപാട് ക്ലാസിക്കൽ മ്യൂസിക്കിലേക്ക് ഞാൻ ഇല്ല. ഈ മൃദംഗം പ്രാക്ടീസ് പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് ക്ലാസിക്കൽ മ്യൂസിക് ഒക്കെ ആയിട്ട് നമ്മൾ റിലേറ്റഡ് ആയതുകൊണ്ട് അത് ഗുണമാണ്. കുറച്ചൊക്കെ ഒരുപാട് അല്ലാത്തതുകൊണ്ട് കംപ്ലീറ്റ്ലി ആ ഫ്ലേവർ അങ്ങനെ നിൽക്കുന്നില്ല. അത് ഗുണമാണ്. പിന്നെ കീബോർഡ് ഞാൻ തന്നെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ MBA ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ തലേന്നതൊക്കെ വിട്ട് ഞാൻ ഓഡിയോ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്തു ചെന്നൈയിൽ പോയിട്ട്. അപ്പോഴേ മനസ്സിലാക്കി അത് പറ്റിയ പണിയല്ല. ഞാൻ പറഞ്ഞു പോകാനിരിക്കുന്ന തലേന്ന് ഞാൻ പറഞ്ഞു